മലമ്പുഴ ഉദ്യാന നവീകരണത്തിൽ വലിയ വീഴ്ചയുണ്ടായതായി കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി. 3.75% നിർമ്മാണ പ്രവർത്തനങ്ങൾ മാത്രമാണ് നടന്നിട്ടുള്ളത്. പ്രധാനമന്ത്രിയെ ഉൾപ്പെടെ നേരിൽ കണ്ടാണ് 75 കോടിയിലേറെ രൂപ ഇതിനായി അനുവദിച്ചത്. എന്നാൽ ഒരു വർഷക്കാലമായിട്ടും നവീകരണം പൂർത്തിയാക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നും സുരേഷ് ഗോപി പറയുന്നു. നവീകരണ പ്രവൃത്തികൾ ഇനി എല്ലാ മാസവും വിലയിരുത്തുമെന്നും കേന്ദ്രമന്ത്രി അറിയിച്ചു. ഇവിടെ ഈ ഉദ്യാനം സന്ദർശിച്ച ശേഷമാണ് കേന്ദ്രമന്ത്രി ഇക്കാര്യം അറിയിച്ചത്. ഇത്തരത്തിൽ കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും കൃത്യമായി ഇത്രയധികം തുക 75 കോടിയിലേറെ തുക ഈ ഉദ്യാന നവീകരണത്തിന്, മലമ്പുഴ ഉദ്യാന നവീകരണത്തിന് നൽകിയിട്ടും ഈ നവീകരണം നടക്കുന്നില്ല എന്നുള്ള കാര്യമാണ് കേന്ദ്രമന്ത്രി അറിയിച്ചത്. വിവരങ്ങളുമായി അരുൺ ആലത്തൂർ ചേരുന്നു. അരുൺ, കൂടുതൽ വിവരങ്ങൾ. വിനോദ്, പാലക്കാട് മലമ്പുഴ ഉദ്യാന നവീകരണത്തിൽ ഗുരുതര വീഴ്ച സംഭവിച്ചതായിട്ടാണ് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി ഇന്നിപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം നമ്മൾ ജനം TV ഉൾപ്പെടെ ഈ വാർത്ത റിപ്പോർട്ട് ചെയ്തിരുന്നു. അതായത് കേന്ദ്ര സഹായം, പ്രത്യേകിച്ച് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയുടെ ഇടപെടലിനെ തുടർന്നായിരുന്നു മലമ്പുഴ ഉദ്യാനത്തിന്റെ നവീകരണത്തിന് 75 കോടിയിലേറെ രൂപ ലഭിച്ചത്. തുടർന്ന് സംസ്ഥാന സർക്കാർ ഊരാളുങ്കൽ ലേബർ കോൺട്രാക്ട് സൊസൈറ്റിയെ ഇതിന്റെ നവീകരണ പ്രവർത്തികളുടെ ചുമതല ഏൽപ്പിക്കുകയും ചെയ്തു. പക്ഷേ 3 മാസം കൊണ്ട് നവീകരണം പൂർത്തിയാക്കി ജനങ്ങൾക്ക് തുറന്നു കൊടുക്കുമെന്ന് പറഞ്ഞ ഉദ്യാനം അടച്ചിട്ടിട്ട് ഇപ്പോൾ ഏകദേശം 1 വർഷമാവുന്നു. അടുത്ത മാസത്തേക്ക് 1 വർഷം തികയുകയാണ്. എന്നിട്ട് ഇതുവരെയും ഉദ്യാന നവീകരണം ഒന്നും നടന്നില്ല എന്ന് മാത്രമല്ല, നിലവിൽ ഉദ്യാനം മുഴുവൻ കാട് കയറി കിടക്കുന്ന സ്ഥിതിയാണ്. ഏതായാലും ഈ വാർത്ത നമ്മൾ ഉൾപ്പെടെ റിപ്പോർട്ട് ചെയ്ത സാഹചര്യത്തിൽ അത് ശ്രദ്ധയിൽപ്പെട്ടതിനെ തുടർന്നാണ് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി ഇന്നിപ്പോൾ മലമ്പുഴ ഉദ്യാനത്തിൽ നേരിട്ട് സന്ദർശനം നടത്തിയത്. അതിരാവിലെ തന്നെ മലമ്പുഴ ഉദ്യാനത്തിലെത്തിയ മന്ത്രി അവിടെ നിലവിലെ സ്ഥിതിവിധികളെല്ലാം പരിശോധിച്ചു. അതിനുശേഷം ഉദ്യോഗസ്ഥ തലത്തിൽ ഒരു മീറ്റിംഗ് നടന്നു. ആ മീറ്റിംഗിൽ ഉദ്യോഗസ്ഥരോട് ഇതുവരെയുള്ള പുരോഗതികൾ ചോദിച്ചറിഞ്ഞു. അതിൽ നിന്ന് 3.75% മാത്രമാണ് നവീകരണ പ്രവർത്തികൾ നടന്നിട്ടുള്ളത് എന്ന് അദ്ദേഹത്തിന് മനസ്സിലാക്കാൻ സാധിച്ചു എന്നുള്ളതാണ്. ഈ 1 വർഷക്കാലമായിട്ടും ഇത്രയും നവീകരണം ഒന്നും നടത്തിയിട്ടില്ല എന്ന് പറയുന്നത് ഉദ്യോഗസ്ഥ തലത്തിലാണെങ്കിലും അല്ലെങ്കിൽ കരാർ കമ്പനിയുടെ ഭാഗത്തു നിന്നാണെങ്കിലും ഒക്കെ ഉണ്ടായിട്ടുള്ള ഗുരുതര വീഴ്ചയാണ് എന്നുള്ളത് തന്നെയാണ് കേന്ദ്രമന്ത്രി വ്യക്തമാക്കിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇത് ഇങ്ങനെ പോകാൻ സമ്മതിക്കില്ല. കാരണം ഈ ഫണ്ട് ലഭിക്കുന്നതിന് വേണ്ടി താൻ പ്രധാനമന്ത്രിയെ ഉൾപ്പെടെ നേരിട്ട് കണ്ടാണ് ഈ 75 കോടിയിലേറെ രൂപ മലമ്പുഴ ഉദ്യാന നവീകരണത്തിന് വേണ്ടി താൻ തരപ്പെടുത്തിയത്. അങ്ങനെ ഫണ്ട് ലഭിച്ച് അത് കൃത്യമായിട്ട് നവീകരണം നടത്താൻ ഇവർക്ക് സാധിക്കില്ല എങ്കിൽ അത് ഇനിയും വിട്ടുകൊടുക്കാൻ കഴിയില്ല എന്നുള്ളതാണ് മന്ത്രി പറയുന്നത്. അതുകൊണ്ട് തന്നെ കേന്ദ്രമന്ത്രി ഇനി ഈ വിഷയത്തിൽ കൃത്യമായിട്ട് തന്നെ ഒരു മോണിറ്റർ നടത്തും. എല്ലാ മാസവും ഇതിൻ്റെ പ്രവർത്തികൾ വിലയിരുത്തും. മാത്രമല്ല BJPയുടെ സംസ്ഥാന ഉപാധ്യക്ഷനായിട്ടുള്ള C കൃഷ്ണകുമാറിൻ്റെ നേതൃത്വത്തിൽ വിവിധ രാഷ്ട്രീയ പാർട്ടി നേതാക്കളെയൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ടൊരു കമ്മിറ്റി രൂപീകരിക്കും. ആ കമ്മിറ്റിയും ഇത്തരത്തിൽ ഈ മലമ്പുഴ ഉദ്യാന നവീകരണത്തിൻ്റെ, ഡാമിൻ്റെ ഉദ്യാന നവീകരണത്തിൻ്റെ പ്രവർത്തികൾ അവരും മോണിറ്റർ ചെയ്യുമെന്നുള്ളതാണ് കേന്ദ്രമന്ത്രി വ്യക്തമാക്കുന്നത്. ഏതായാലും നിലവിൽ ഇതിൽ സംഭവിച്ചിരിക്കുന്നത് വലിയ വീഴ്ചയാണ്, ഗുരുതരമായിട്ടുള്ള അലംഭാവമാണ്. ഈ 1 വർഷക്കാലമായിട്ടും ഇതിൻ്റെ ഉദ്യാനത്തിൻ്റെ നവീകരണം പൂർത്തിയാക്കാത്തതിൽ എന്നുള്ളതാണ് മന്ത്രി വ്യക്തമാക്കുന്നത്. ഏതായാലും കേന്ദ്ര ഫണ്ട് കൃത്യമായിട്ട് എത്തിയിട്ടുണ്ട്. ഇനിയും ഫണ്ട് സംബന്ധിച്ച് ഒരു പ്രശ്നവും ഉണ്ടാവില്ല എന്നൊരു ഉറപ്പ് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി വ്യക്തമാക്കുന്നുണ്ട്. അപ്പോഴും ഉദ്യാനം കൃത്യമായിട്ട് നവീകരണം നടക്കാത്തതിലുള്ള പ്രതിഷേധമാണ് അദ്ദേഹം ഇന്ന് അറിയിച്ചിട്ടുള്ളത്. ഇനി ഏതായാലും ഇതിങ്ങനെ വിട്ടുകൊടുക്കില്ല, ഉദ്യാന നവീകരണം കൃത്യമായിട്ട് നടത്തണം എന്നുള്ളതാണ് ഉദ്യോഗസ്ഥരെയും കരാർ കമ്പനിയെയും അറിയിച്ചിട്ടുള്ളത്. കരാർ കമ്പനി കേന്ദ്രമന്ത്രിക്ക് ഡിസംബർ 31-നകം ഈ നിർമ്മാണ പ്രവർത്തികളൊക്കെ പൂർത്തീകരിച്ച് ജനങ്ങൾക്ക് തുറന്നു കൊടുക്കുന്ന തരത്തിൽ കാര്യങ്ങൾ എത്തിക്കും എന്നുള്ളൊരു ഉറപ്പ് കേന്ദ്രമന്ത്രിക്ക് നൽകിയിട്ടുണ്ട്. ഏതായാലും ഉദ്യാന നവീകരണത്തിന്റെ കാര്യത്തിൽ ആ മെല്ലെപ്പോക്ക് ഇനി ഉണ്ടാവില്ല എന്നുള്ളതാണ് കേന്ദ്രമന്ത്രി പറയുന്നത്.